സംസ്ഥാനത്ത് മത്സ്യവില കുതിച്ചുയരുകയാണ്. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇപ്പോൾ മത്സ്യത്തിനുള്ളത്. സാധാരണക്കാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന അയിലയുടെയും ചാളയുടെയും ഉൾപ്പെടെ വില 250 കടന്ന സ്ഥിതിയാണ്. 50 മുതൽ 100 രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് വിപണിയിൽ ഇപ്പോൾ മത്സ്യത്തിനുള്ളത്. മത്സ്യവിലയിലെ വർധനവ് വ്യാപാരത്തെ കാര്യമായി ബാധിച്ചെന്ന് വ്യാപാരികളും പറയുന്നു. 80 രൂപ 70 രൂപ എന്ന മത്തിയെ പോലും വലിയ രീതിയിൽ വില വർധനവും അതിനോടൊപ്പം മീനിൻ്റെ ലഭ്യത വളരെയധികം കുറവാണ്. ഒരു 100 കിലോ മീൻ നമ്മുടെ കടയ്ക്ക് ഓർഡർ ചെയ്താൽ കിട്ടുന്നത് 60 കിലോ മീനിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ ട്രോളിംഗ് കാലത്ത് 52 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ട്രോളിംഗ് കാലത്ത് മത്സ്യമേഖല വ്യാപാരം നടത്തുന്ന ഓട്ടോക്കാർ തൊട്ട് സ്കൂട്ടർ കച്ചവടക്കാർ തൊട്ട് കടക്കാർ മുതൽ എല്ലാവരും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. പകുതി പോലും കടയിൽ കച്ചവടമില്ലാതെ മാറിയിരിക്കുന്നു. ഇതിന് ഈ ട്രോളിംഗ് സമയത്ത് മത്സ്യ കച്ചവടക്കാരെ സഹായിക്കുന്ന രീതിയിൽ മുന്നോട്ട് സർക്കാരും അതുപോലെ മറ്റു സഹായങ്ങൾ ഉണ്ടാകണമെന്ന് പ്രത്യേകമായി പറയുന്നു. വില കൂടിയതോടെ മത്സ്യം വാങ്ങുന്ന അളവും വാങ്ങുന്നവരുടെ എണ്ണവും കുറഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന മത്സ്യത്തിന്റെ അളവിലും കുറവുണ്ടായിട്ടുണ്ട്. ഹോട്ടൽ മേഖലയ്ക്കും മത്സ്യവില വർധനവ് തിരിച്ചടിയായിട്ടുണ്ട്. ഇറച്ചിക്കോഴിക്കും ചില പച്ചക്കറികൾക്കും വില വർദ്ധിച്ച സാഹചര്യമാണ്. ഇതിനൊപ്പമാണ് മത്സ്യത്തിനും പൊതുവിപണിയിൽ വില കുത്തനെ കുതിച്ചുയർന്നിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.